ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ രുചികരമായ പയറ് പരിപ്പും മുരിങ്ങയിലയും ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതിന് 1 കപ്പ് പയറ് പരിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. 1 പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി എടുക്കണം. 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യണം. 2 പച്ചമുളക്, ശകലം വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് എടുക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. തേങ്ങയൊന്നും നമുക്ക് അരയ്ക്കണ്ട. ആദ്യം ഈ പയറ് പരിപ്പ് കഴുകി വൃത്തിയാക്കി 2 ഗ്ലാസ് വെള്ളം കുക്കറിൽ ചേർത്ത് വേവിക്കണം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, തക്കാളി, എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ നമുക്ക് വറുത്തെടുത്ത് വയ്ക്കണം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇടണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ചേർക്കാം. ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചി ചേർക്കണം. കറിവേപ്പിലയും അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. വറ്റൽമുളക്, ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് വഴറ്റാം. ഇത് നന്നായിട്ട് വഴറ്റണേ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമുക്ക് ചേർക്കണം. നമ്മൾ നേരത്തെ പരിപ്പിൽ ജീരകം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശകലം ജീരകം മതി, ഒത്തിരി വേണ്ട. ഇതിൽ ഒരു സ്പൂൺ നെയ്യ് കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ കറിക്ക് നല്ല സ്വാദ് കിട്ടും. കഴുകി വച്ചിരിക്കുന്ന മുരിങ്ങ ഇല കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിനെ വഴറ്റണം. ഇനി ഇതിലേക്ക് 1 നുള്ള് കായപ്പൊടി കൂടെ നമുക്ക് ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. നേരത്തെ നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴേക്കും ആ പരിപ്പിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ശകലം മതി മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന പരിപ്പ്, തക്കാളി, പച്ചമുളകൊക്കെ ഇല്ലേ, അതുകൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കണം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ശകലം കുരുമുളകും ഉലുവപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടിച്ചാണ് ചേർക്കേണ്ടത്. 1/4 ടീസ്പൂൺ മതി. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ ഉണ്ടാകും. നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്, അതേസമയം ഹെൽത്തിയാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.